വാഹനപ്രേമികൾക്കൊക്കെ സന്തോഷ വാർത്തയായിട്ടുണ്ട്. സന്തോഷം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ഗതാഗത കമ്മീഷൻ 18 ഐറ്റം ഇതിന്റെ ലിസ്റ്റ് സർക്കാർ കൈമാറിയിട്ടുണ്ട്. അത് മോഡിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതായിരുന്നല്ലോ. അതായത് അന്ന് മോഡിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നമ്മുടെ മുഖ്യമന്ത്രി ഇട്ട ഒരു എക്സ്പ്രഷനും ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. ഇപ്പൊ എന്തായാലും കാര്യങ്ങളിലൊക്കെ ഒരു ഏകദേശ ധാരണയൊക്കെ ആയിട്ടുണ്ട്. അതെ, സത്യത്തിൽ ആ മോഡിഫിക്കേഷന്റെ ഒരു ലിസ്റ്റ് കാണുമ്പം നമുക്ക് ചിരി വരുന്നു എന്നുള്ളതാണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ അതായത് ഇത് മോഡിഫിക്കേഷൻ ആണോ അതോ വാഹന അല്ലെങ്കിൽ ഉപയോക്താക്കളെ അല്ലെങ്കിൽ ഡ്രൈവേഴ്സിനെ അല്ലെ ജെൻസി കുട്ടികളെയൊക്കെ കളിയാക്കിയതാണോ എന്നൊരു സംശയമുണ്ട്. നമ്മൾ കാണേണ്ട ഒരു എന്താണ് മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വണ്ടിയിൽ നിന്ന് അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ ഒരു വണ്ടി ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റോഡ് പ്രസൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഇന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. നമ്മളുടെ വാഹനം റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ രണ്ടുപേരും നോക്കണം. ഇത് റോഡ് പ്രസൻസ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സൈലൻസർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ സൈലൻസറിലൂടെ തീ തുപ്പുന്ന സൈലൻസർ വരുന്നു, സൗണ്ടുള്ള സൈലൻസർ കാറിനൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. തീ തുപ്പുന്ന നല്ല സൗണ്ടുള്ള സൈലൻസറൊക്കെ ഉണ്ട്. ലോവറൊക്കെ ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ ബോഡി കുറച്ച് താഴേക്ക് ഇറക്കി നല്ല അലോയ് വീല് കുറച്ചുകൂടെ വീതിക്കൊക്കെ വെച്ച് അതിൻ്റെ ഫ്രണ്ടൊക്കെ താഴോട്ടൊക്കെ ഇറക്കി ബാക്കി ടെയിൽ അങ്ങനെ ഒരുപാട് സ്പോയിലർ അങ്ങനെ തുടങ്ങി ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്തതിന് ശേഷമാണ് എപ്പോഴും വാഹനം ഒരു റോഡ് പ്രസൻസ് കൂട്ടുന്നത്. അങ്ങനെ ചില ക്ലബ്ബുകളുണ്ട് അത്തരം. അങ്ങനെ ഈ മോഡിഫൈഡ് ചെയ്ത വാഹനങ്ങളുമായിട്ട് പിന്നെ വാഹന എക്സ്പോകൾ നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വണ്ടി കൊണ്ട് നടക്കാനാണ് ഇന്ന് ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. ഇപ്പോൾ അല്ലാതെ നമ്മൾ 5 ലക്ഷം രൂപ എടുത്തിട്ട് അല്ലെങ്കിൽ 10 ലക്ഷം രൂപ എടുത്തിട്ട് നമ്മളൊരു കാർ മേടിക്കുന്നു. സ്റ്റോക്ക് കണ്ടീഷൻ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത്. ആ കണ്ടീഷനിൽ കൊണ്ടു നടക്കാൻ നിന്ന് ചെറുപ്പക്കാർക്ക് താല്പര്യമില്ല. ടിൻഡ് ചെയ്യുക ഗ്ലാസ് എല്ലാം ടിൻഡ് ചെയ്ത് ബ്ലാക്ക് കളർ ഫുൾ അടിച്ച് ഒരു വിസിബിലിറ്റി ഇല്ലാത്ത രീതിയിൽ ടിൻഡ് ചെയ്തൊക്കെ വാഹനം കൊണ്ട് നടക്കുക എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ അത് തള്ളിക്കളയരുതല്ല. ടിൻഡ് ചെയ്ത വാഹനമാണെങ്കിലും സ്പോയിലറൊക്കെ ചെയ്ത് നല്ല ഗംഭീരമായി പണിഞ്ഞ വണ്ടികളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു കൗതുകം തോന്നാറുണ്ട്. അത് സ്വാഭാവികമാണ്. പിന്നെ ഉപഭോക്താക്കൾ, വാഹന പ്രേമികൾ, വാഹന പ്രാന്തന്മാർ, വണ്ടി പ്രാന്തന്മാരെന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ. അവർക്കൊക്കെ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും അല്ലെങ്കിൽ അത് കാണുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരു കൊണ്ടു നടക്കുന്നവരുടെ ക്രെഡിബിലിറ്റിയും അല്ലെങ്കിൽ ആ ഒരു താല്പര്യമൊക്കെ എന്ന് ഭയങ്കര രസകരമാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ജെൻസി കുട്ടികൾ അങ്ങനെ ഒരു ആവശ്യം സർക്കാരിനെ മുന്നിലോട്ട് വെക്കുന്നത്. ഇങ്ങനെ നമ്മുടെ വാഹനങ്ങൾ മോഡിഫൈ ചെയ്ത് കൊണ്ടു നടക്കാൻ പിന്നെ തന്നെയല്ല വണ്ടി ട്യൂൺ ചെയ്യാൻ സാധിക്കും. അതായത് നിലവിലുള്ള വണ്ടിയുടെ ഇപ്പോൾ ഒരു ഒരു റോഡ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ട്രാവലിംഗ് വാഹനമാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന ഒരു വാഹനമാണെങ്കിൽ അതിൻ്റെ എഞ്ചിനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക, ട്യൂൺ ചെയ്യുക എന്ന് പറയും. എഞ്ചിൻ്റെ പവർ കൂട്ടാം. അപ്പം ഒരു സ്പോർട്സ് കാർ കൊണ്ടു നടക്കുന്ന അതേ സ്റ്റൈലോട് കൂടിയും വേഗത്തിലും നമുക്ക് ആ വാഹനം നമുക്ക് കൊണ്ടു നടക്കാം. പിന്നെ നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ ഈ പറയുന്ന ലോവർ ചെയ്ത വാഹനമൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. അപ്പം എനിക്ക് ഏതൊരു സിനിമ നടൻ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് മസ്താങ് എന്ന് പറയുന്ന ഒരു വണ്ടിയുണ്ട്. മസ്താങ് ഭയങ്കര വില കൂടിയ വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി നമ്മുടെ കേരളത്തിലെ റോഡിലൂടെ ദീർഘദൂരം ഓടിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ റോഡിന്റെ കണ്ടീഷൻ അങ്ങനെയാണ്. നമുക്കറിയില്ല, പണ്ട് ലംബോർഗിനി പൃഥ്വിരാജ് സുകുമാരൻ ലംബോർഗിനി വാങ്ങിയപ്പം ആ സമയത്ത് കേരളത്തിലെ റോഡിലൂടെ ഓടിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം അതിശയോക്തിപരമായി പറഞ്ഞു. അപ്പൊ അതിനെ തുടർന്ന് പൃഥ്വിരാജിനെ ഒരുപാട് ട്രോളി, മല്ലിക സുകുമാരനെ ഒരുപാട് ട്രോളി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ഇവിടെ പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ തരത്തിലുള്ള മോഡിഫിക്കേഷൻ നമ്മുടെ വാഹനം റോഡ് പ്രസൻസ് ഉണ്ടാവുക. എന്നാൽ അതേസമയം മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഒരു 18 ഇന ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ 18 ഇന ഈ ലിസ്റ്റിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ആലോചിക്കും, എൻ്റെ വണ്ടിയിലുണ്ടല്ലോ ഇതൊക്കെ, എൻ്റെ വണ്ടിയിൽ ഇത്തരം ഫെസിലിറ്റീസ് ഉണ്ട്. ഇന്ന് പുതിയൊരു വണ്ടി മേടിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഫീച്ചർ ആയിട്ട് വരുന്ന കാര്യങ്ങൾ പോലും മോഡിഫിക്കേഷന്റെ കാര്യത്തിലേക്ക് ഉൾക്കൊള്ളിച്ചിരിക്കും ലിസ്റ്റിൽ. അത് സ്റ്റാൻഡേർഡ് ഫീച്ചർ. ഇപ്പൊ നമ്മൾ സ്റ്റിയറിംഗ് റാപ്പ് ചെയ്യാറുണ്ട്, സ്റ്റിയറിംഗ് പിന്നെ ലെതറോ മറ്റെന്തെങ്കിലും ഫാബ്രിക് വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യാറുണ്ട്. കാര്യം നമ്മുടെ സ്റ്റിയറിംഗിൽ നമ്മൾ പിടിക്കാനുള്ള ഒരു കൺവീനിയൻസിനനുസരിച്ച് സീറ്റ് കവർ നമ്മൾ മാറാറുണ്ട്. ചിലത് ഫാബ്രിക് ആയിരിക്കും, ചിലത് ലെതർ സീറ്റ് വരാറുണ്ട്. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് ഇത് മാറ്റാറുണ്ട്. ചിലർ വിനൈൽ കോട്ടിങ്, വിനൈൽ അടിക്കാറുണ്ട്. അതായത് നമ്മുടെ ഫ്ലോർ ഉണ്ടല്ലോ, ഫ്ലോറിൽ ചിലർ ഫ്ലോർ മാറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ മോഡിഫിക്കേഷൻ ആയിട്ട് വരും. ഫ്ലോർ മാറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വണ്ടിയിൽ ഇപ്പം നമ്മൾ സാധാരണ ചില വണ്ടിയിലൊക്കെ ഈ ഇതായിരിക്കും, ഫ്ലോർ മാറ്റ് ചെയ്യാത്തതുകൊണ്ട് വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ അത് അവിടെ ഉണങ്ങാൻ പാടൊക്കെ ആയിരിക്കും. മറ്റേത് ഫ്ലോർ മാറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ വെള്ളം വീണ് കഴിഞ്ഞാൽ നമുക്ക് തുടച്ചു മാറ്റാം. പിന്നെ സീറ്റ് കവർ അതൊരു മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണോ? ഡാഷ് ക്യാം വെക്കുക. ഡാഷ് ക്യാം ഇന്ന് ഒട്ടുമിക്ക 360 വണ്ടികളുണ്ട്. ആ 360 ക്യാമറ ഉള്ള വാഹനങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. നമ്മൾ ഒരു 10 ലക്ഷം രൂപ മുതൽ മുകളിലേക്ക് അല്ലെങ്കിൽ അതിലും താഴെ
മുതൽ മുകളിലേക്കുള്ള വാഹനങ്ങൾ ഇന്ന് 360 ക്യാമറയാണ്. ഇന്ന് കണ്ണാടിയുടെ ചോട്ടി വരെ ക്യാമറ, പിന്നെ ORVM ഉണ്ടല്ലോ, അതിന്റെ ചോട്ടിലെല്ലാം ക്യാമറ വന്നിട്ട് ഒരു 360 നമുക്ക് അതിനകത്ത് നിന്ന് പറ്റുന്ന രീതിയിലുള്ള ക്യാമറ സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡാഷ് ക്യാം എന്ന് പറയുന്നത് ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് വരുന്നില്ല, ഒരു അവശ്യ വസ്തു എന്നുള്ള നിലയിലാണ് വരുന്നത്. പാർക്കിംഗ് സെൻസറുകൾ, പാർക്കിംഗ് സെൻസർ എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാ വണ്ടിക്കും അഡാസ് ഫീച്ചർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അതായത് വണ്ടി ഓട്ടോ ബ്രേക്കിങ്ങിന് വരെ അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള അഡാസ് ഫീച്ചറുകൾ വരുന്ന വണ്ടികളാണ്. അപ്പോൾ ഒരു നിശ്ചിത അകലത്തിൽ പിന്നെ ഒരു ഒബ്ജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യുന്ന സംവിധാനമാണ്. അപ്പോൾ ആ രീതിയിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്ന് പറഞ്ഞാൽ ഏറ്റവും എനിക്ക് തോന്നുന്നൊരു 10-15 വർഷത്തിന് മുൻപ് വാഹനങ്ങളിൽ കൊണ്ടുവന്നൊരു ഫീച്ചറാണ് ഈ റിവേഴ്സ് സെൻസർ എന്ന് പറഞ്ഞത്. ഇന്നത് മാറി റിവേഴ്സ് ക്യാമറകൾ വന്നു. പിന്നെ സൈഡിൽ ഉള്ള എങ്ങനെ പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ സൈഡ് അറിയാതിരിക്കാൻ, ഫ്രണ്ട് തട്ടാതിരിക്കാനൊക്കെ പറയുന്ന പോലെ ഈ 360 ക്യാമറ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം സെൻസ് ചെയ്യുന്ന സാധനങ്ങളായി മാറി. ഇപ്പം നമ്മുടെ പാർക്കിംഗ് ഈസിയായി, ഡ്രൈവിംഗ് ഈസിയായി. ഇതൊക്കെ എങ്ങനെയാണ് ശരിക്കും ഇതിനകത്ത് വരുന്നത്? സ്റ്റിക്കറുകൾ ഉപയോഗിക്കാം. പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്ക് പെർമിഷൻ എടുക്കണം. നിറം മാറ്റുന്ന കാര്യത്തിൽ പെർമിഷൻ, ഇത് പണ്ടുള്ളതാണ്. പ്ലസ് ഈ വൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു വാഹനം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും വണ്ടിയുടെ നിറമാണ് നമ്മൾ നോക്കുന്നത്. പലപ്പോഴും ഒരു വെളുത്ത കാറ് നമ്മൾ ചിലർ ഐഡന്റിഫൈ ചെയ്യുന്ന അവിടെ വന്നാൽ ആ കറുത്ത കാറുള്ള കക്ഷിയുണ്ടല്ലോ എന്ന് പറയാറുണ്ട്. എന്നാൽ വാഹനത്തിന് നിറം കൊണ്ടാണ്, നിറം ഒരു ഐഡന്റിറ്റിയാണ് വാഹനത്തിന്റെ. അപ്പം ഈ ഐഡന്റിറ്റി ചിലർ മാർക്ക് ചെയ്യും. ഈ മാർക്ക് ചെയ്യുന്ന സമയത്ത് ചിലർ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിക്കില്ല. ഇത് പ്രശ്നങ്ങളിലേക്ക് പോകും. വാഹനം മാറി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. ഒരു മാനിപ്പുലേഷൻ നടക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വാഹനത്തിന് നിറം മാറുന്നതിന് മുൻപ് അവിടെ ചെന്നിട്ട് നമ്മൾ പറയേണ്ടി വരും. അത് RTO പറഞ്ഞ് ഫീസ് അടച്ച് വണ്ടിയുടെ നമുക്ക് നിറം മാറ്റിയെടുക്കുക. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിക്ക് അത് സ്പീക്കർ വെക്കുന്നത്, സ്പീക്കർ വെക്കുക എന്ന് പറഞ്ഞാൽ സ്പീക്കർ അലൗഡ് ആണ്. ഇപ്പം നമ്മൾ മേടിക്കുന്ന ഒരു സാധാരണ കാറിൽ 4 മുതൽ 8 വരെ അല്ലെങ്കിൽ 12 വരെ സ്പീക്കറുകളുള്ള വാഹനങ്ങളായിരുന്നു നമ്മൾ മേടിക്കുന്നത്. പിന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അത് ഈ പറയുന്ന പോലെ ഇന്നത് മാറിയിട്ട് ഡിസ്പ്ലേ, LED ഡിസ്പ്ലേകളായി നമുക്ക് മേടിക്കാൻ കിട്ടുന്നില്ല. ഇന്ന് വരുന്ന കാറുകളിലെല്ലാം ഇതെല്ലാം ഉണ്ടെന്നേ. അതേ രസം. ഇന്ന് മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. സ്പീക്കർ ഇൻബിൽറ്റ് സ്പീക്കറോട് കൂടിയേ വരുന്നത്. അതും വലിയ കമ്പനികൾ അതിന്റെ സൗണ്ട് ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള വലിയ കമ്പനികൾ കൊണ്ടുവരുന്ന സ്പീക്കർ സംവിധാനത്തോട് കൂടിയ വാഹനങ്ങൾ വരുന്നത്. അപ്പോൾ സ്പീക്കർ ചെയ്യാൻ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അതൊന്നും ഇന്നത്തെ കാലത്തൊരു ഇത് വരുന്നതല്ല. ടയർ പ്രഷർ മോണിറ്റർ, അതായത് നമ്മുടെ വണ്ടിയുടെ ഇത്ര PSI വേണമെന്നാണ് ടയറിനകത്ത് കാറ്റ്. അപ്പോൾ ആ ടയർ പ്രഷർ മോണിറ്റർ വന്ന് ഇന്ന് അതൊരു സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. ഒട്ടുമിക്ക വാഹനങ്ങളിലും ഇതിന് ടയറിന് എത്രയാണ് പ്രഷർ ഉള്ളത് എന്ന് പിന്നെ നമ്മുടെ ക്ലസ്റ്ററിൽ കാണിക്കും. അപ്പോൾ അതും ഇന്നൊരു ഫീച്ചർ. ഇതൊക്കെ എങ്ങനെ മോഡിഫിക്കേഷൻ്റെ ലെവലിൽ വരും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതെല്ലാം പക്ഷെ മോഡിഫിക്കേഷൻ ആയിട്ടാണ് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. വാഹനത്തിൽ നിറം മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് പറയണം. സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ട് നിറം മാറ്റണമെങ്കിൽ അത് RTOയിൽ പറഞ്ഞിട്ട് അത് നിറം മാറ്റണം. നമ്മൾ ഇതൊക്കെ നേരത്തെ നമ്മുടെ വണ്ടിക്കകത്ത് അല്ലെങ്കിൽ ഈ മോഡിഫിക്കേഷൻ്റെ ലിസ്റ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് RTO ഓഫീസിൽ കൊടുത്ത്, സാറേ ഞാൻ എൻ്റെ വണ്ടിയിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ പോകും 50%, നമ്മളവിടെ പോയി പെർമിഷൻ മേടിക്കാറില്ല. 50% കൂളിംഗ് ഫിലിം ഒട്ടിക്കാമെന്നുള്ളത്, വിസിബിലിറ്റി ഉള്ള കൂളിംഗ് ഫിലിം ഒട്ടിക്കാമെന്നുള്ളത് നിയമപരമായി നടക്കുന്ന കാര്യമാണ്. സോ നമ്മൾ അവിടെ ചെല്ലുന്നു, വാഹനം പുതിയ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൂളിംഗ് ഫിലിം ഒട്ടിക്കാനായിട്ട് അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ ഒട്ടിക്കുന്നു, പോരുന്നു. ഇത് RTO കൊണ്ടിട്ട് നമ്മൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഈ നേരത്തെ മുതലുണ്ട്. സൈലൻസർ മാറ്റം, അതിനെയും RTO എടുക്കുക ചെയ്ത് പെർമിഷൻ എടുത്ത് ഫീസ് അടച്ചാലും ശരി കിട്ടത്തില്ല. അത് സൈലൻസർ ഇപ്പം മാറ്റി തീ തുപ്പുന്ന സൈലൻസറൊക്കെ വരും. നമ്മൾ കണ്ടിട്ടുണ്ട്, കാറൊക്കെ കൊണ്ട് ഇങ്ങനെ റേസ് ചെയ്യുമ്പോൾ ഇങ്ങനെ തീ പോകുന്നു, ഫയറിംഗ് ആയിട്ടുള്ള. അപ്പൊ അതൊക്കെ അവിടെ ചെന്ന് RTO എടുക്കുക ചെന്ന് പറഞ്ഞ് എനിക്കിത് പെർമിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോവുകയുടെ പണിയോടാന്ന് പറയും. നീ എന്റെ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് സ്ക്രാപ്പ് കളയാൻ പറയും, അല്ലെ പിടിച്ചോണ്ട് പോകും. നമ്പർ പ്ലേറ്റ് വെക്കുക, നമ്പർ പ്ലേറ്റിന് ഒരു നിശ്ചിത ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് അനുസരിച്ച് അല്ലാതെ നമ്പർ പ്ലേറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അത് 10,000 രൂപ 15,000 രൂപ കൊണ്ട് ഫൈനാണ് അതിന് വരുന്നത്. അപ്പം മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇപ്പം ഈ പുറത്തുവിട്ട ഇതനുസരിച്ച് മോഡിഫിക്കേഷനേ അല്ല. ഇനി ഇത് കൊടുത്തെന്തിനാണെന്നറിയാം, ഇത് മന്ത്രിസഭ അംഗീകരിക്കണം. ഇത് കൊടുത്തിട്ട് ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇത് നടപ്പിലാക്കാം. അപ്പം MVD പിടിക്കത്തില്ല. MVD പിടിക്കുകയോ MVD ഫൈൻ ഈടാക്കുകയോ ചെയ്യില്ല ഈ പറയുന്ന മോഡിഫിക്കേഷന്. ഇപ്പം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് അത് സ്പീക്കർ വെക്കാം. പിന്നെ അതുപോലെ നമ്മുടെ ഡോർ വൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറിന്റെ മേളിൽ വരുന്ന ഒരു പാർട്ടാണ്. അത് നമ്മൾ അതൊരു സേഫ്റ്റി ഫീച്ചർ ആയിട്ട് തന്നെ വണ്ടിക്കകത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടത്തൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ജസ്റ്റ് അത് താഴ്ത്തി വയ്ക്കാം. അപ്പം ഇതിനുള്ളിലൂടെ കൈ ഇട്ടിട്ട് നമുക്ക് കൈ കടത്താൻ പറ്റില്ല. അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഈ ഗ്ലാസിനും ഇതിന് വിൻഷീൽഡ് അല്ല, ഈ സൈഡ് വിൻഡോയുടെ അവിടെ വരും. അപ്പം എയർ നിൽക്കും അതിനകത്ത്. ഈ ചൂട് വലിയ പ്രശ്നം വരുന്നില്ല. പിന്നെ മഴ, അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്ത് കഴിഞ്ഞാലും വലിയതായിട്ട് വെള്ളം ഈ കുറച്ച് താത്തിട്ട് കഴിഞ്ഞാലും വെള്ളം അകത്തോട്ട് വീഴത്തില്ല. അപ്പം അതിനൊക്കെ വേണ്ടി ഇത് ഉപയോഗിക്കുന്ന. അപ്പം ഇതൊക്കെ എങ്ങനെ, ഇത് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് ഇതെല്ലാം എല്ലാ വാഹനങ്ങളും. നമ്മളിപ്പോൾ സാധാരണ നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ടവന്റെ വാഹനം,
ഒരു പാവപ്പെട്ട ഒരാൾ, കാര്യം അയാൾക്ക് മോഡിഫൈ ചെയ്യാനൊന്നും കൈ കാശില്ല എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, എങ്ങനെയെങ്കിലും ഉന്തിത്തള്ളി കൊണ്ട് നടന്ന് ജീവിക്കുന്ന ഒരാൾ, അയാളുടെ വാഹനം എടുത്ത് നോക്കിയാലും ഈ മോഡിഫിക്കേഷൻ ഒക്കെ കാണും. ക്രോം ഗാർണിഷുകൾ. ഇന്ന് ക്രോം ഗാർണിഷ് എന്ന് പറഞ്ഞ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. ക്രോം ഗാർണിഷ് ഈ നമ്മുടെ ഈ വാഹനത്തിന്റെ വിൻഡോ സൈഡിലൂടെ ഒക്കെ ഇങ്ങനെ കടന്നു പോകുന്ന പിന്നെ സ്റ്റീൽ കളറിലെ സാധനം വരില്ല, ഇതാണ് ക്രോം ഗാർണിഷ് എന്ന് പറയുന്നത്. അതും ഇന്ന് സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. ചിലർ ഡീക്രോം ചെയ്യും. നമ്മുടെ സുഹൃത്ത് ഇതുപോലെ വാഹനം എടുത്തിട്ട് പിന്നെ അത് ഭയങ്കര അഭംഗിയായിട്ട് തോന്നിട്ട് പൈസ മുടക്കിയിട്ട് ക്രോം എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഏറ്റവും അവസാനം ഒരു ബ്ലാക്ക് എഡിഷൻ വണ്ടിയായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതൊക്കെ ഇന്ന് സ്റ്റാൻഡേർഡ് ആണ്, വാഹനങ്ങളിലുള്ളതാണ് ക്രോം ഗാർണിഷുകളൊക്കെ വരുന്നത്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ മോഡിഫിക്കേഷന്റെ ഇതിൽ വരുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞ ഇത്രേ ഉള്ളൂ. ജെൻസി കുട്ടികളെ ചിരിച്ചു പറ്റിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കണ്ണിപ്പൊടി ഇട്ടു. ജെൻസി ഈ പറയുന്ന പാവപ്പെട്ട പിള്ളേരെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് കരുതിക്കൊണ്ട് എന്റെ പൊന്നുമക്കളെ നിങ്ങൾ ആരും ഇതിന് പരിശ്രമിക്കരുത്. ഒരു രൂപ പോലും അതിന്റെ പുറത്ത് ആവശ്യമില്ല, മുടക്കരുത്. അതെല്ലാം നിങ്ങൾക്ക് നഷ്ടക്കോളാ. കാര്യം സൈലൻസർ മാറ്റി വെക്കുന്ന അവന്മാർ ഇനിയിപ്പോ എവിടെ കൊണ്ട് വെക്കുമെന്ന് അറിയാം. ഇതൊക്കെ കേട്ടിട്ട് സൈലൻസറൊക്കെ മേടിച്ച് വെച്ച കുട്ടികളുണ്ടാവും. ജെൻസി ഇവന്മാര് പുതിയ തീ തുപ്പുന്ന സൈലൻസറൊക്കെ മേടിച്ച് മുഖ്യമന്ത്രിയുടെ ഓർഡർ ഇറങ്ങിക്കഴിഞ്ഞ ഉടൻ തന്നെ അടുത്ത വർക്ക്ഷോപ്പിൽ കയറ്റി തീ തുപ്പുന്ന സൈലൻസർ വെച്ച് റോഡിൽ കൂടെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പയ്യന്മാരുണ്ട്. മേടിച്ച് വെച്ച കാശ് പോയി. അല്ലെങ്കിൽ ഇനി അവന്മാർ വീടിന്റെ മേളിൽ അല്ലെങ്കിൽ ചിമ്മിനിയുടെ മേളിൽ കൊണ്ടുവെക്കേണ്ടി വരും. ആ പുക എന്തായാലും പുക പുറത്തേക്ക് വിടുകയാണല്ലോ, എക്സോസ്റ്റ് ചെയ്യാന്നുള്ളതാണല്ലോ, ഈ ചൂടിനെ എക്സോസ്റ്റ് ചെയ്യാന്നുള്ളതാണല്ലോ അതിന്റെ ഒരു. അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കാനേ പറ്റൂ. സത്യത്തിൽ പറ്റിച്ചു. ചുരുക്കി പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ കേന്ദ്ര നിയമമാണ് ഇതെല്ലാം. മോട്ടോർ വെഹിക്കിൾ നിയമം കേന്ദ്ര നിയമമാണ്. പലതും സുപ്രീം കോടതി ഇടപെട്ടിട്ട് പാസ്സാക്കിയിരിക്കുന്ന നിയമങ്ങളാണ്. അപ്പൊ അത്തരം നിയമങ്ങളെ കാറ്റിൽ പറത്തുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഏത് മന്ത്രിസഭ വന്നു എന്ന് പറഞ്ഞാലും, ഇനിയിപ്പോ നാളെ പിണറായി വിജയൻ ഒരു ഉത്തരവ് കൊടുത്തിട്ട് ഞാൻ ഇവിടെ വന്ന് ഇത് പിന്നെ ഇങ്ങനെ കേന്ദ്ര നിയമമുണ്ട്, MVD നിയമങ്ങൾ ഞാൻ പൊളിച്ചെഴുതും എന്നൊക്കെ പറഞ്ഞിട്ട് പിണറായി വിജയൻ വന്നാലും ദൈവത്തെ ഓർത്ത് വോട്ട് കൊടുക്കരുത്. കാര്യം നടപ്പുള്ള കാര്യമൊന്നുമില്ല. അത് സുപ്രീം കോടതി വിചാരിക്കണം. ഇപ്പൊ നമ്മൾ എത്ര മോഡിഫിക്കേഷൻ വന്ന് പറയാൻ സീറ്റ് ബെൽറ്റ് ഇല്ല യാത്ര ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ടില് ഈ പറയുന്ന പണ്ട് ക്രാഷ് ഗാർഡുകൾ വരുമായിരുന്നു കാറിന്റെ ഒക്കെ ഫ്രണ്ടിൽ, എന്ന് വെച്ചാൽ ബമ്പർ ഗാർഡുകളായിട്ട് ഒരു ഇരുമ്പിന്റെയോ ഒരു പൈപ്പ് ഇങ്ങനെ വളച്ചൊക്കെ വെച്ച്, അത് അന്നത്തെ കാലത്ത് ഒരു ഭംഗിയാ. അതിലൊക്കെ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ സിനിമയിൽ നമ്മുടെ നാട്ടിൻപുറത്ത് ആൾക്കാരൊക്കെ അത്തരം ബമ്പറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് ആ ബമ്പർ എടുത്ത് കളഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ വാഹനത്തിന് ഇടി ഉണ്ടായി കഴിയുമ്പോൾ ഈ ഇമ്പാക്ട് വന്നിട്ട് ഇതിന്റെ നമ്മുടെ സീറ്റ് ബെൽറ്റിന്റെ സെൻസർ ഉണ്ട്, എയർ ബാഗ് സെൻസറുകളാണ്. ഈ എയർ ബാഗ് സെൻസറിലേക്ക് കൊളീഷൻ വന്നാൽ എയർ ബാഗ് ബ്ലാസ്റ്റ് ആവുള്ളൂ. എയർ ബാഗ് ബ്ലാസ്റ്റ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ പിന്നെ ഇഞ്ചുറി ആക്കാതെ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അപ്പൊ ആ സാധനം വെച്ചേക്കുന്നതുകൊണ്ട് ഇമ്പാക്ട് കൂടും, ഇടി കൂടും, പക്ഷെ എയർ ബാഗ് ഓപ്പൺ ആവില്ല. ഈ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അതെടുത്ത് കളഞ്ഞു. എന്തുകൊണ്ട് നാളെ അത് വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അത്തരത്തിലുള്ള, കാരണം അത് സേഫ്റ്റിയെ കൂടെ ബാധിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള നിയമങ്ങളൊന്നും ഒരു കാലത്തും വരാൻ പോകുന്നില്ല. കാറിന്റെ സേഫ്റ്റിയെയോ ഡ്രൈവറുടെ സേഫ്റ്റിയെയോ അതിനകത്തിലെ പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റിയോ ഇതിനെയൊക്കെ ബാധിക്കുന്ന വിഷയം ഇനി എത്ര വലിയ മോഡിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞാലും ഇതൊന്നും ഇവിടെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാവുകയില്ല. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് മെഷർമെന്റ്. ഇതൊക്കെ പൊട്ടണമെങ്കിൽ 6 രീതിയിലായിരിക്കണം അതിന്റെ ഇമ്പാക്ട് വരേണ്ടത്. അപ്പം ഇതൊരു സ്റ്റാൻഡേർഡായി. അപ്പൊ ഇതൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിലും മോഡിഫൈ ചെയ്ത കാറുകളിൽ ചിലപ്പോൾ സംഭവങ്ങളുണ്ട്. കാറുകൾ കത്തുന്നില്ലേ, പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീ പിടിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് പലപ്പോഴും ഷോർട്ട് സർക്യൂട്ടുകളാണ് സംഭവിക്കുന്നത്. കാരണം ഈ വയർ കട്ട് ചെയ്തിട്ട് ഉള്ള പരിപാടികളുണ്ട്. വയർ കട്ട് ചെയ്തിട്ട് കണക്ഷൻസ് കൊടുക്കുക, ലൈൻ കൊടുക്കുക. അത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഷോർട്ട്സ് ഉണ്ടാവും. ഈ പറയുന്ന ഡീസലിലും പെട്രോളിലും ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്, കത്തുന്ന സാധനമാണ്. ഈ എഞ്ചിൻ എന്ന് പറയുന്ന എഞ്ചിനകത്ത് ഈ നടക്കുന്നത് ബേണിംഗ് പ്രോസസ്സാണ് എഞ്ചിനകത്ത് നടക്കുന്നത്. അപ്പം ഇങ്ങനെ പിന്നെ കത്തുന്ന ഒരു സാധനത്തിന് കത്തി ആ പവർ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന് പുറത്ത് തീ പിടിച്ചാൽ കത്തൂല്ലേ, വണ്ടി നിന്ന് കത്തിപ്പോവും. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണിത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളുടെ ലൈഫ് ത്രെട്ടണിങ്, ഒരു ഡ്രൈവറുടെ പാസഞ്ചറുടെ ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള ഒരു മോഡിഫിക്കേഷനും ഒരു തരത്തിലുള്ള പരിപാടികളും ഇനി മുഖ്യമന്ത്രി VD സതീശനല്ല, പിണറായി വിജയനല്ല, ഇനി ആരാണ്, സാക്ഷാൽ നരേന്ദ്രമോദി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നാൽ പോലും ഇത് നടപ്പ് കാര്യമേ അല്ല. ഇതൊന്നും അതൊക്കെ പറഞ്ഞുകൊണ്ട് ജെൻസി കുട്ടികളെ വെറുതെ ചിരിച്ചു കാണിച്ച് പറ്റിച്ചു എന്നുള്ളതാണ് അതിലെ വാസ്തവമായ കാര്യം.